പേമാരി. നഷ്ടബോധത്തിൻ്റെ വീർപ്പുമുട്ടലിൽ നിന്നും ഒരു മോചനം. ആ ചിന്തയിലാണ് ഭാസ്കരേട്ടൻ ഈ നഗരത്തിലേക്ക് എന്തിനോ വേണ്ടി പരക്കം പായുന്ന മനുഷ്യക്കോലങ്ങൾക്കിടയിലേക്ക് എത്തിപ്പെടുന്നത്. ഒരിടത്തരം ഹോട്ടലിൽ പാചകക്കാരനായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 10 കഴിഞ്ഞു. പുകയും ആവിയും നിറഞ്ഞ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും മോചനം കിട്ടാൻ രാത്രി 11-12 മണിയാകും. ഹോട്ടലിനോട് ചേർന്ന് വാടകയില്ലാതെ താമസിക്കാൻ കിട്ടിയ ഷെഡാണ് ഏക ആശ്വാസം. ഭാസ്കരേട്ടന് ഇപ്പോൾ വയസ്സ് 75. ഒറ്റയ്ക്കാണ് താമസമെന്ന് ഏറെക്കുറെ മനസ്സിലായി കാണും, ഇല്ലേ? ഇയാൾക്ക് ആരുമില്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ. അതിനു മുൻപ് നേരത്തെ സൂചിപ്പിച്ച നഷ്ടബോധത്തിൻ്റെ ചുരുളഴിക്കാം. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഭാസ്കരേട്ടനും ഭാര്യ സരോജിനി അമ്മയ്ക്കും ഒരു കുഞ്ഞ് പിറക്കുന്നത്. അതും ഭാസ്കരേട്ടൻ്റെ 42-ാം വയസ്സിൽ. പൊന്നുപോലെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. സ്വന്തം ജീവനേക്കാൾ അവർ ആ കുഞ്ഞിനെ സ്നേഹിച്ചു വളർത്തി. ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ അണുവിലും അവരുടെ ശ്രദ്ധയും പരിചരണവും ഉണ്ടായിരുന്നു. പക്ഷേ തള്ളക്കോഴിയുടെ കണ്ണുവെട്ടിച്ച് പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചുന്നത് പോലെ ആ കുഞ്ഞിനെ ഒരു ദിവസം അവർക്ക് നഷ്ടമായി. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞിനെ ആര് കൊണ്ടുപോയി, എങ്ങോട്ട് പോയി എന്നത് ഇന്നും അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് പോലും അജ്ഞാതം. ക്യാൻസർ ബാധിച്ച് സരോജിനി അമ്മയും മരിച്ചതോടെ ഭാസ്കരേട്ടൻ ഒറ്റയ്ക്കായി. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ തൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന ചിന്തയാണ് ആ മനസ്സിലെപ്പോഴും. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് നന്മയുടെ വെളിച്ചം കിടക്കാത്ത നഗരത്തിൻ്റെ ഇരുണ്ട ലോകത്തേക്ക് എത്തിപ്പെട്ടത്. പെട്ടെന്നാണത് സംഭവിച്ചത്. പതിവ് ചിന്തയിലാണ്ടു നടന്ന ഭാസ്കരേട്ടനെ ചീറിപ്പാഞ്ഞു വന്ന ഒരു കാർ ഇടിച്ചു തെറിപ്പിച്ചു. ബോധം വരുമ്പോൾ ആശുപത്രി കിടക്കയിൽ ഒച്ചവെച്ച് കറങ്ങുന്ന ഫാനിനു താഴെ കുറേ ആതുര ശുശ്രൂഷകരുടെ നടുവിലാണ് താനെന്ന് ആ വൃദ്ധന് മനസ്സിലായി. അടുത്തുനിന്ന് 30-35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ചെറുപ്പക്കാരനെ തലയൽപ്പം ചെരിച്ചു നോക്കിയ ഭാസ്കരേട്ടനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പേടിക്കേണ്ട, അച്ഛന് കുഴപ്പമൊന്നുമില്ല. ഒന്നും മനസ്സിലാവാത്ത ഭാവത്തിൽ തന്നെ നോക്കുന്ന പ്രായമായ ആ കണ്ണുകളിലേക്ക് നോക്കി അയാൾ തുടർന്നു, എൻ്റെ കാറിടിച്ചാണ് അച്ഛന് അപകടമുണ്ടായത്. ഒരു പട്ടി വട്ടം ചാടിയതാണ് അപകടം വരുത്തിയത്. ഒരു പട്ടിയുടെ ജീവൻ പോലും ആ ചെറുപ്പക്കാരന് വലുതായിരുന്നു. പക്ഷേ അപ്പോൾ മറ്റൊരു ജീവന് അത് അപായമൊരുക്കുമെന്ന് അയാൾ വിചാരിച്ചതേയില്ല. എന്തോ ചോദിക്കാൻ ഭാവിച്ച ഭാസ്കരേട്ടനോട് ചെറുപ്പക്കാരൻ തന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ദേവൻ, ഇവിടെ അടുത്ത സ്റ്റേറ്റ് ബാങ്കിലെ മാനേജറാണ്. ഞാനിപ്പോൾ ഇറങ്ങുക, പോയിട്ട് പിന്നീട് വരാം. അതുവരെയുള്ള ബില്ല് പേ ചെയ്ത് അയാൾ ഇറങ്ങി. ദിവസം 4 കഴിഞ്ഞു. ഇന്ന് ഭാസ്കരേട്ടനെ ഡിസ്ചാർജ് ചെയ്യും. അവസാന ബില്ലും പേ ചെയ്ത് ദേവൻ ഭാസ്കരേട്ടൻ്റെ അടുത്തെത്തി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു, നമുക്ക് പോകാം. ആ ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ച് ആശുപത്രി വരാന്തയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഏതോ സുരക്ഷിത വലയം തനിക്ക് ചുറ്റുമുള്ളതുപോലെ ഭാസ്കരേട്ടന് തോന്നി. കാറിനടുത്തെത്തിയ ദേവൻ ഭാസ്കരേട്ടനോട് പറഞ്ഞു, കയറിക്കോളൂ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, താൻ പോയിക്കോളാം എന്ന മട്ടിൽ ദൈന്യതയാർന്ന മുഖത്തോടെ ഭാസ്കരേട്ടൻ തിരിഞ്ഞു നടന്നു. മനസ്സില്ലാ മനസ്സോടെ ദേവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് നീങ്ങി. നടന്നു നീങ്ങുന്ന ആ വൃദ്ധനെ കാറിൻ്റെ കണ്ണാടിയിൽ കൂടി ദേവൻ നോക്കിക്കൊണ്ടേയിരുന്നു. ആ കാഴ്ച മങ്ങി മായും വരെ. നാളുകളായി വറ്റിവരണ്ട് കിടന്ന വൃദ്ധൻ്റെ ആ കണ്ണുകളിൽ നിന്നും അടർന്നു വീണ അശ്രുബിന്ദുക്കൾ കയ്യിലിരുന്ന തുണിസഞ്ചിയുടെ പഴകിയ ഇഴകളെ നനച്ചു. ആ നനവ് ഒരു പേമാരിയിലെന്ന പോലെ ആ മനസ്സിനെ തടുപ്പിച്ചു. അപ്പോൾ ആ മനസ്സ് അറിയാതെ മന്ത്രിക്കുന്നുണ്ടായിരുന്നു, അത് തൻ്റെ മകനായിരുന്നെങ്കിൽ.